നമസ്കാരം. തൃക്കാക്കരയിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ അവസാനത്തെ പ്രചരണ ദിവസങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. വീറും വാശിയുമാണ് ഈ തൃക്കാക്കര മണ്ഡലത്തിൽ എങ്ങും. വീണ്ടും നമ്മുടെ ചിഹ്നം തൃക്കാക്കരയുടെ മനസ്സറിയുകയാണ്. എന്നോടൊപ്പം ഇന്ന് ശ്രീ ജേക്ക് സി തോമസ് CPIM, ശ്രീ റിജിൽ മാക്കുറ്റി കോൺഗ്രസ്, ശ്രീ പ്രഫുൽ കൃഷ്ണ BJP എന്നിവർ 3 യുവ താരങ്ങൾ അവരുടെ മുന്നണികൾക്ക് വേണ്ടി ഇന്നിതാ പടക്കളത്തിൽ. ആദ്യം ശ്രീ ജേക്ക്, പ്രചരണം അവസാനിക്കാൻ പോവുകയാണ്. ആദ്യം ഉണ്ടായിരുന്ന വിഷയങ്ങളല്ല അവസാനം. നിരവധി വിഷയങ്ങൾ വന്നു. PC ജോർജിനെ ജയിലിലടച്ചു. നടി ആക്രമിച്ച കേസിലെ അതിജീവത ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ജയിക്കും എന്ന് പറയാനുള്ള ആത്മവിശ്വാസമുണ്ടോ? ഞങ്ങൾ ഈ മണ്ഡലത്തിൽ പ്രചരണം ആരംഭിക്കുമ്പോൾ കഴിഞ്ഞ 6 വർഷക്കാലം കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ നടത്തിയ വികസന പ്രവർത്തനം തൃക്കാക്കര വികസിത കേരളത്തിൻ്റെ ഹബ്ബായി മാറാൻ വേണ്ടി പോകുന്നതിനെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ ഭാവി കാഴ്ചപ്പാട് ഇതൊക്കെയാണ് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതോടൊപ്പം ഇന്ത്യയിലെ ഏറ്റവും സമാധാനപൂർണ്ണവും മതനിരപേക്ഷത നിറഞ്ഞു നിൽക്കുന്നതുമായ അന്തരീക്ഷമുള്ള കേരളം, ഈ കേരളം കൂടുതൽ കരുത്തോടുകൂടെ മുമ്പോട്ടേക്ക് പോകണം. ഈ രാഷ്ട്രീയമാണ് ഞങ്ങൾ പ്രചരിപ്പിക്കുവാനും ഞങ്ങൾ ഉയർത്തിക്കാട്ടുവാനും വേണ്ടി ശ്രമിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ UDF ആകട്ടെ, ഇപ്പോൾ തൃക്കാക്കരയിലെ LDF കൺവീനർ കൊടുത്ത പരാതിയിൽ 2 വലതുപക്ഷ കോൺഗ്രസ് പ്രവർത്തകരുടെ ഹാൻഡിലുകൾക്കെതിരെ കേരളത്തിലെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അതായത് ഏതാണ്ട് 6.5 പതിറ്റാണ്ട് കാലം നീണ്ടു നിൽക്കുന്ന കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത നിലയിൽ ഒരു അശ്ലീല വീഡിയോ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന കേരളീയ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ദുരന്തപൂർണമായ, ഏറ്റവും ദുര്യോഗ സമാനമായ അവസ്ഥയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തെ UDF കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് തങ്ങളുടെ സുരക്ഷിത നെടുങ്കൻകോട്ട എന്ന UDF അവകാശപ്പെട്ട മണ്ഡലത്തിൽ എന്തുകൊണ്ട് ഇടതുപക്ഷം ജയിക്കും, എങ്ങനെ UDF പരിഭ്രാന്തരായി എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇവിടെയാണ്. അങ്ങനെയാണോ ശ്രീ റിജിൽ മാക്കുറ്റി? UDF പരിഭ്രാന്തരായതുകൊണ്ട് നിങ്ങളുടെ നെടുങ്കോട്ട പിളരുമെന്ന് പേടിച്ച് LDF സ്ഥാനാർത്ഥിയെ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ച് അപമാനിക്കുന്നു എന്നുള്ളതാണ് LDFന്റെ ചാർജ്. ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു കരുത്തുറ്റ മണ്ണാണ്. ഇവിടെ ഏതെല്ലാം തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയാലും ആ പ്രചരണങ്ങളെല്ലാം 31-ന് അവസാനിച്ച് തെരഞ്ഞെടുപ്പ് റിസൾട്ട് അത് UDFനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും അനുകൂലമാകുമെന്ന് സംബന്ധിച്ചൊരു തർക്കമില്ല. ഇവിടെ ഒരുപാട് പ്രഖ്യാപനങ്ങളുമായി ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ മണ്ഡലത്തിലെമ്പാടും നടക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, മുട്ട കൊടുക്കാതെ പാത്തു എങ്ങനെയാണ് കോഴിയെ കൊടുക്കാന്ന് ചൊല്ലുണ്ട്. കാക്കനാടകയ്ക്ക് വരെ ഒരു എക്സ്റ്റിങ്ഷൻ പൂർത്തിയാക്കാൻ പോലും സാധിക്കാത്തവരാണ് ഇവിടെ വികസനത്തെക്കുറിച്ച് പുതിയ വായ്ത്താരകൾ നടത്തി മുമ്പോട്ട് പോകുമ്പോൾ അത് യഥാർത്ഥത്തിൽ തൃക്കാക്കരയിലെ ജനത അത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വികസന വിരോധികൾ ആരാണ് എന്നും തൃക്കാക്കരയുടെയും അതോടൊപ്പം തന്നെ എറണാകുളത്തിൻ്റെയും സമഗ്രമായ വികസനത്തിനകത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണി നടത്തിയ വിവിധങ്ങളായ പദ്ധതികൾ, ബൃഹത് പദ്ധതികൾ ഓരോന്നെടുത്ത് ചൂണ്ടിക്കാണിക്കുമ്പോഴും അതിൻ്റെ എല്ലാം പിറകിൽ അടയാളപ്പെടുത്തുന്ന ഒരു മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണിയാണ്, UDF ആണ് എന്നുള്ളത് കൊണ്ട് ഒരു തർക്കവുമില്ലാതെ വലിയ ഭൂരിപക്ഷത്തിനകത്ത് ഞങ്ങൾ വിജയിച്ചു കയറും. പ്രഫുൽ, ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു LDFും UDFും. BJP എന്ത് പറയുന്നു? രാജ്യം മുഴുവൻ വലിയ വികസന കുതിപ്പിലേക്ക് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിലേക്ക് നടക്കുമ്പോൾ തൃക്കാക്കരയിൽ എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്? മറ്റൊന്ന്, പ്രധാനമായും ഇവിടുത്തെ 2 മുന്നണികളും കാണിക്കുന്ന ന്യൂനപക്ഷ പഠനം, പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദികളോട് കാണിക്കുന്ന മൃദു സമീപനം, ഈ 2 കാര്യങ്ങളുമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അത് ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം തൃക്കാക്കര ഭരിച്ചവർ ഒന്നും തൃക്കാക്കരയ്ക്ക് വേണ്ടി ചെയ്തിട്ടില്ല. തൃക്കാക്കരയിലെ ജനങ്ങൾ വികസന മുരടിപ്പിൽ പൊറുതിമുട്ടുകയാണ്. ശ്രീ ജേക്ക് സി തോമസ്, വികസനമാണ് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നത്, മുന്നോട്ട് വെച്ചിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിക്കുമ്പോഴും ഞങ്ങളിത് വികസനത്തിന്റെ പേരിലാണ് വോട്ട് ചോദിക്കുന്നത്, വികസനത്തിന് നിങ്ങൾ വോട്ട് ചെയ്യൂ എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? ഏത് വികസനത്തെ സംബന്ധിച്ചാണ് RSSും കോൺഗ്രസും പറയുന്നത്? കേരളത്തിന്റെ അനുഭവം എന്തായിരുന്നു? ഞാൻ വിശദമായി മറ്റ് കണക്കുകളിലേക്ക് പോകുന്നില്ല. ഒറ്റ ഉദാഹരണം പറയാം. 6 വർഷക്കാലം മുമ്പ് കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടം, അന്ന് മാതൃഭൂമി ഉൾപ്പെടെയുള്ള കേരളത്തിലെ അച്ചടി മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്ത, സബ് ട്രഷറിക്ക് മുമ്പിൽ 600 രൂപ കിട്ടുവാൻ വേണ്ടി 6 മാസക്കാലമായി തുടർച്ചയായി ക്യൂവിൽ നിൽക്കേണ്ട വന്ന് കുഴഞ്ഞു വീണ് ശയ്യാവലംബിയായി മാറേണ്ട വന്ന മനീഷൈസുകളുടെ വാർത്തയും ചിത്രവും 6 മാസക്കാലം മുമ്പുണ്ടായിരുന്നു. അതായത് കേരളത്തിലെ 50 ലക്ഷത്തിലധികം വരുന്ന കുടുംബങ്ങൾക്ക് 600 രൂപ കൊടുക്കാതെ പറ്റിച്ച് അവരെ നശിപ്പിച്ച് അവരെ മരണത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ച കോൺഗ്രസിൽ നിന്നുമാണ് ഇടതുപക്ഷത്തിലേക്ക് കേരളം ഭരണമാറ്റം നടത്തിയത്. ഇന്ന് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനായി ഞങ്ങൾ വോട്ട് തേടുമ്പോൾ എന്തുകൊണ്ട് വികസനമെന്ന് ചോദിച്ചാൽ അഭിമാനത്തോടു കൂടെ പറയും, ഇവർ 6 മാസം കൊടുക്കാതെ വെച്ച 600 രൂപ 1600 വർദ്ധിപ്പിച്ച് 60 ലക്ഷം കുടുംബങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തിച്ചു കൊടുക്കുന്ന ഇന്ത്യയുടെ ചരിത്രത്തിലെ അസാധാരണമായ വികസന അനുഭവം ഈ കേരളത്തിന്റെ ഭാഗമാണ്. 600 രൂപ സാമൂഹ്യ ക്ഷേമ പെൻഷൻ 1600 കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അതേസമയം
ഇവർ മുടക്കിയ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഗെയിൽ പൈപ്പ് ലൈൻ ദാ ഈ എറണാകുളത്തോടെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പോകുകയാണ്. അങ്ങനെ ഇവർ മുടക്കിയതും കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയതുമായ സാധാരണക്കാരന്റെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെ അനുഭവത്തെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇടതുപക്ഷം വോട്ട്. ശരി, ഓക്കെ, അതാണ് ഇടതുപക്ഷം പറയുന്നത്. ഇവിടെ ശ്രീ റിജിൽ നേരത്തെ ഉത്തരം പറയാതെ വിട്ട ഒരു കാര്യം, ഇടത് സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ചോ ഇല്ലയോ എന്നുള്ളതാണ്. അതിൽ കോൺഗ്രസിന്റെ പങ്ക്. രണ്ടാമത്തേത് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് നിങ്ങളുടെ കാലത്ത് നടക്കാത്തതും അവരുടെ കാലത്ത് നടന്നതുമായ വികസനത്തെ കുറിച്ചാണ്. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അത്തരം ഒരു സ്ഥാനാർത്ഥിക്കെതിരായി ഒരു തരത്തിലുള്ള പ്രചരണവും വ്യക്തിയാധിഷ്ഠിതമായി ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങൾ അങ്ങനെ പാർട്ടിയല്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഏതോ രണ്ട് UDF എന്ന് പറയുന്ന ആളുകളുടെ പേരിൽ പറയുമ്പോൾ ഈ നാട്ടിനകത്ത് ഈ തൃക്കാക്കരയിൽ ഒരു പെൺകുട്ടി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയെ ഇവരുടെ നേതാക്കന്മാർ MM മണിയെ പോലുള്ള നേതാക്കന്മാർ ഏത് ഭാഷയിലാണ് അവരെ ആക്ഷേപിച്ചത്? ആ ഇരയെ ആക്ഷേപിച്ച MM മണിയുടെയും EP ജയരാജന്റെയും അതോടൊപ്പം കോടിയേരി ബാലകൃഷ്ണനെതിരെ ഈ തൃക്കാക്കര ജനത വോട്ട് ചെയ്യുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം 100 തകർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മളെ കണ്ണൂരൊക്കെ ഒരു ചൊല്ലുണ്ട്, തക്കാളിപ്പെട്ടിക്കാരെങ്കിലും ഗോദ്രേജിന് പൂട്ടിടുവെന്ന്. പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഇപ്പോൾ തക്കാളിക്ക് 100 രൂപ കടന്നിരിക്കുന്നു. ഗോദ്രേജിനേക്കാളും വലിയ പൂട്ടിടേണ്ട അവസ്ഥ നമ്മുടെ നാട്ടിലെ തക്കാളിക്കുണ്ടാകുമ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില ബാണം പോലെ കുതിച്ചു വരുമ്പോൾ അത് ഇടതുപക്ഷവും BJPയും ഭരിക്കും ഈ നാട്ടിലെ ജനത പൊറുതിമുട്ടാണ്. അവരുടെ ജീവിതം കൂട്ടിമുട്ടിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് ഏത് അർത്ഥത്തിലാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾ ഉണ്ടാക്കിയ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു കല്ലെടുത്ത് വെക്കാൻ ഇടതുപക്ഷത്തിന് വികസനത്തിന് വേണ്ടി സംസാരിക്കുന്നവർ സാധിച്ചിട്ടുണ്ടോ? കേരളയിലാണ് വികസനം എന്ന് ഇവർ പറയുന്നു. പക്ഷേ കേരളയിൽ എന്താണ് എന്നതിനെ കുറിച്ച് നമുക്കറിയാം. ഈ നാടിനെ രണ്ടാക്കി മാറ്റാൻ സാധിക്കുന്ന, പാരിസ്ഥിതികമായി ഏറെ ആഘാതം ഉണ്ടാക്കുന്ന ഒരു വിനാശകരമായ പദ്ധതി, ആ പദ്ധതിയെ ഈ നാട്ടിനകത്ത് കമ്മീഷൻ വച്ചതിന് വേണ്ടി അത് നടപ്പാക്കുമെന്ന് മുന്നോട്ട് പോകുമ്പോൾ ഈ കേരളത്തിലെ പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനുമെതിരെ ഈ നാട്ടിലെ തൃക്കാക്കരയിലെ ജനത പ്രതികരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഞാൻ വരാൻ ചെയ്യും. അതിനു മുമ്പ് ശ്രീ പ്രഫുൽ, ഇത് കേരളത്തിൽ പരമ്പരാഗതമായി LDFും UDFും തമ്മിലാണ് പോരാട്ടം. അവരാണ് മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ മണ്ഡലത്തിന്റെ കാര്യത്തിലാണെങ്കിൽ UDFിന്റെ മണ്ഡലവുമാണ്. അപ്പോൾ കേന്ദ്ര ഭരണകക്ഷിയാണ് BJP എന്നുള്ളതിനപ്പുറത്ത് നിങ്ങൾക്കിവിടെ സ്പെസിഫിക് ആയിട്ട് എന്ത് റോളാണുള്ളത്? ഇപ്പോൾ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഞങ്ങൾ ഇത് എന്ന് പറഞ്ഞിട്ട് അവരോട് എന്താണ് പറയാനുള്ളത്? LDFിന്റെ ഒരു പ്രതിനിധിയെ വിജയിപ്പിക്കുന്നതുകൊണ്ട് എന്ത് മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? 99 എന്നുള്ള എണ്ണം 100 ആകുന്നതുകൊണ്ട് ഈ തൃക്കാക്കരയിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്ന് പറയുന്നത് തകർന്ന കപ്പലാണ്. കോൺഗ്രസിൻ്റെ ഒരു ജനപ്രതിനിധിയെ വിജയിപ്പിച്ചതുകൊണ്ട് തൃക്കാക്കരയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് PT തോമസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പാരമ്പര്യവാദം കോൺഗ്രസിൽ അവസാനിപ്പിക്കണമെന്ന്. ആ പറഞ്ഞ ആൾ തന്നെ അന്തരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് തെല്ലും വില കൽപ്പിക്കാതെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു. അതൊക്കെ അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. BJP മുന്നോട്ട് വെക്കുന്നത് നരേന്ദ്രമോദിയുടെ മാതൃക തൃക്കാക്കരയ്ക്ക് വേണം. തൃക്കാക്കരയിൽ ഇതുവരെ നടപ്പിലാക്കിയ പദ്ധതികൾ മോദി പദ്ധതികളല്ലാതെ എന്ത് പദ്ധതികൾ തൃക്കാക്കരയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്? ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം എന്താ? ഈ തൃക്കാക്കരയുടെ വികസനത്തെപ്പറ്റി ചർച്ച ചെയ്യണം, ഇവർ നടപ്പിലാക്കിയ വികസന നയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യണം. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇവിടുത്തെ UDFും ഇവിടുത്തെ LDFും ചർച്ച ചെയ്യുന്നത് കുറേ ദിവസം ഒരു പട്ടിവിളിയുടെ പിന്നാലെയായിരുന്നു, പട്ടി പരാമർശം. ഇപ്പോൾ ഇതാ കുറേ അശ്ലീല വീഡിയോയുടെ പിന്നാലെ. ഇവർക്ക് വികസനം ചർച്ച ചെയ്യാൻ ധൈര്യമില്ല. BJP ചർച്ച ചെയ്യുന്നതോ NDA ചർച്ച ചെയ്യുന്നതോ വികസന രാഷ്ട്രീയമാണ്. ഇവിടെ നേരത്തെ ക്ഷേമ പെൻഷൻ കൊടുത്ത കാര്യമൊക്കെ പറഞ്ഞു. ഇവിടെ തക്കാളിയുടെ കാര്യം റിജിൽ പറഞ്ഞത് കേട്ടില്ലേ? തക്കാളി വാങ്ങിച്ച് ലോക്കറിൽ സൂക്ഷിക്കേണ്ട അവസ്ഥ നാട്ടിൽ വരുന്നു. വിലക്കയറ്റം, ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. ഇന്ധന വില, സംസ്ഥാനം നികുതി കുറച്ചിട്ടില്ല. മാഹി പോയാൽ എത്ര രൂപയ്ക്ക് പെട്രോൾ ഓടിക്കാൻ നമുക്കറിയാം. ഇങ്ങനെ ഇത്തരം വിഷയങ്ങൾ ജനങ്ങളെ സംബന്ധിച്ച് അവരെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളല്ലേ അവർക്ക് അറിയേണ്ടത്? പണ്ട് OV വിജയന്റെ ഒരു സാഹിത്യ പ്രവർത്തക അനുഭവത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഗാന്ധി തോക്ക് കമ്പനിയുടെ അംബാസഡർ ആകുമെന്ന് പറയാറുണ്ട്. അതായത് അശ്ലീല വീഡിയോ ഇറക്കി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ അപഹസിക്കാൻ ശ്രമിച്ചവർ ഇന്ന് അതിജീവിതയ്ക്കൊപ്പം നിൽക്കുകയാണ്. ഏത് കോൺഗ്രസ്? നമ്മളിവിടെ ഒത്തുചേരുന്നതിന് ദിവസങ്ങൾക്ക് പുറകിൽ കോൺഗ്രസിന്റെ മാത്രം ഭരണത്തിന്റെ അതീശത്വതയുടെ കീഴിലുള്ള ആലുവ നഗരസഭയുടെ വാർഷികം ആഘോഷിക്കാൻ ഈ അതിജീവിതയെ തകർക്കുവാനും ബലാത്കാരം ചെയ്യാനും ശ്രമിച്ച കേസിലെ ഏറ്റവും സുപ്രധാന പ്രതിക്ക് ചുവപ്പ് പരവതാനി വിരിച്ച് അയാളെ അവിടെ കൊണ്ടുവന്ന് സെൽഫി എടുത്ത് ആഘോഷം നടത്തി ആ ആഘോഷത്തിൽ പങ്കെടുത്തയാളെ രാജ്യസഭയിലേക്ക് പറഞ്ഞുവിട്ട കോൺഗ്രസ് ഇന്ന് അതിജീവിതയ്ക്കൊപ്പം നിൽക്കുകയാണ് എന്ന്. ഈ പ്രതിയുടെ ഹോട്ടൽ ഉദ്ഘാടനത്തിന് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രമുഖർ പോയി ഭക്ഷണം വിളമ്പി ഈ പ്രതിയുടെ കയ്യിൽ നിന്നും ഉണ്ട് തിന്നിട്ട് ഇപ്പൊ വന്ന് പറയുകയാണ് ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പാണെന്ന്. ഞാൻ മറ്റൊരാളുടെയും പ്രതികരണത്തിലേക്ക് പോകുന്നില്ല. അതിജീവിത പറയാനുള്ളത്
അവരുടെ വീട്ടിലിരുന്നിട്ടല്ല, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഭരണസിരാ കേന്ദ്രത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് എല്ലാ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ നിന്ന് പറഞ്ഞു, എനിക്ക് വിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിലാണ്, ഈ സർക്കാരിനോട് എനിക്ക് നന്ദിയുണ്ട്, ഈ മുഖ്യമന്ത്രിയിൽ എനിക്ക് വിശ്വാസമാണ്. അതാണ് ആ കേസിനെ കുറിച്ച് പറയാനുള്ളത്. രണ്ടങ്ങ് വിലക്കയറ്റത്തെയും വികസനത്തെയും സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചു. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലക്കയറ്റം, അത്ഭുതത്തോടുകൂടെ ഇന്ന് വാർത്ത എഴുതി. എങ്ങനെയാണ് കേരളത്തിന് മാത്രം വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിഞ്ഞത്? കേരളത്തിന് ശേഷം തമിഴ്നാടിനെ സംബന്ധിച്ച് വാർത്ത എഴുതി. അതായത് തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനത്തിന്റെ പേര് കോൺഗ്രസ് ഭരിക്കുന്ന അവശേഷിക്കുന്ന 2 സ്റ്റേറ്റ് അല്ല, RSS നിയന്ത്രിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളല്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കരുത്തും കരുതലുമുള്ള കേരളമാണ്. ഈ മണ്ഡലത്തിന്റെ കാര്യം കൂടി സവിശേഷമായി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുമല്ലോ. കാലങ്ങളായി ഈ മണ്ഡലം രൂപം കൊണ്ടത് മുതൽ UDFന്റെ പ്രതിനിധികൾ ഉണ്ടായിട്ടുള്ള, അവർ നിയമസഭയിലേക്ക് പോയിട്ടുള്ള, അവർ ലോക്സഭയിലേക്ക് പോയിട്ടുള്ള മണ്ഡലമാണ്. അപ്പോൾ സ്വാഭാവികമായും തൃക്കാക്കരക്കാരെ സംബന്ധിച്ച് മണ്ഡലത്തിന്റെ കാര്യവും മണ്ഡലത്തിന്റെ വികസനവും ചർച്ചയാവില്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് ലഭിക്കുമ്പോഴും അതിശക്തമായ ഭൂരിപക്ഷത്തോടുകൂടി PT തോമസ് എന്ന് പറയുന്ന ഞങ്ങളുടെ നേതാവ് വിജയിച്ചെങ്കിൽ അദ്ദേഹം ഇവിടെ നടപ്പാക്കിയ വികസനത്തിന് കിട്ടിയ അംഗീകാരം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഇടതുപക്ഷത്തിന്റെ CPMന്റെ പ്രതിനിധി വാദോരാതെ സംസാരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതിജീവത എന്ന് പറയുന്ന പെൺകുട്ടിയെ ആക്ഷേപിക്കുകയും ആ കേസിനകത്ത് പ്രതിയായ ആളുകൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുത്തത് ആരാ? UDF ആണോ? ഈ പറയുന്ന ഏതെങ്കിലും UDFന്റെ നേതാവ്, ഏതെങ്കിലും ഒരു നേതാവ് ആ പ്രതിക്ക് അനുകൂലമായി സംസാരിച്ചിട്ടുണ്ടോ? MM മണി എന്ന് പറയുന്ന നിങ്ങളുടെ പാർട്ടിയുടെ ഐശ്വര്യമായ എന്ത് വൃത്തികേടും പറയാൻ ഒരു മടിയുമില്ലാത്ത MM മണി അതിജീവതയെയും ആ അതിജീവതയെതിരായി നിലപാട് സ്വീകരിച്ച അക്രമിക്കെതിരെ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് അഭിലാഷെ ഈ നാട് കണ്ടതല്ലേ? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ കുട്ടിയെ അപമാനിച്ചു എന്ന് മാത്രമല്ല, ആ പ്രതിയെ മഹത്വവൽക്കരിച്ചത് ആരാണ്? CPMന്റെ നേതാവാണ്. പിന്നെ ചോദിക്കുന്നു, ഗെയിൽ സമരം നടത്തിയത് ആരാണ്? ഈ ഭൂമിക്കടിയിലെ ബോംബാണ് ഗെയിൽ പദ്ധതി എന്ന് പറഞ്ഞ് സമരം നടത്തിയത് നിങ്ങളുടെ CPM ജില്ലാ സെക്രട്ടറിയായി ഇന്ന് മന്ത്രിയായി രാജീവല്ലേ? ഞങ്ങളാണോ സമരം നടത്തിയത്? ഈ കൊച്ചി മെട്രോക്കെതിരെ ഈ എറണാകുളം തെരുവിൽ സമരം നടത്തിയത് ആരാണ്? നിങ്ങളല്ലേ? വികസന വിരോധത്തിന്റെ ആളുകൾ ചരിത്രം പരിശോധിക്കുമ്പോൾ എത്രയേറെ ചരിത്രമുണ്ട്. കേരളത്തിന്റെ എല്ലാ കാലത്തെയും വികസനത്തെ അട്ടിമറിച്ച ഒരു പാർട്ടി അത് CPM ആണ്. 6 വർഷക്കാലമായി ഈ കൊച്ചിക്ക് പോലും എടുത്തു കാണിക്കാൻ സാധിക്കാത്ത ഒരു മെട്രോപൊളിറ്റൻ സിറ്റിക്കകത്ത് ഞങ്ങളുടെ കയ്യൊപ്പ് ചാർത്തിയ ഒരു പദ്ധതി പോലും ഈ നാട്ടിലില്ലാതെ മുടക്കുന്നത് പൊള്ളയാണെന്ന് ഈ നാട് തിരിച്ചറിയും. ഒരു കുറ്റി ഗ്യാസിന് 1000 രൂപ കൊടുക്കണം സാധാരണ ജനം. ഇവിടെ വീട്ടമ്മമാരും സാധാരണക്കാരായ മനുഷ്യരും അവരുടെ കുടുംബ ബജറ്റ് അടക്കം താളം തെറ്റിയിരിക്കുകയാണ്. രാജ്യത്തെ ഇൻഫ്ലേഷൻ റേറ്റ് നമുക്കറിയാമല്ലോ. ജനം എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ സ്ട്രീറ്റ് ലൈറ്റിനേക്കാൾ പ്രാധാന്യം കൊടുക്കുക അവരുടെ സ്വന്തം ജീവിതത്തിനല്ലേ? രാജ്യത്ത് മുഴുവൻ, ലോകത്ത് മുഴുവൻ വലിയ രീതിയിലുള്ള സാമ്പത്തിക മാന്ദ്യമുണ്ട്. അത് കേരളത്തിലെയോ തൃക്കാക്കരയിലോ ഇന്ത്യയിലെയോ മാത്രം പ്രതിഭാസമല്ല. പക്ഷെ നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്, ഈ കോവിഡിന്റെ മഹാമാരിയിൽ ഈ രാജ്യത്തെ ജനങ്ങൾ വലിയ രീതിയിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ച സമയത്ത് ഈ രാജ്യത്ത് ഉജ്ജ്വല കണക്ഷനുകളിലൂടെ കൊറോണ സമയത്ത് സൗജന്യമായിട്ട് ഗ്യാസ് കുറ്റികൾ കൊടുത്ത സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. ഇപ്പോഴിത് പ്രഖ്യാപിച്ചിരിക്കുന്നു 200 രൂപയുടെ സബ്സിഡി ഉജ്ജ്വല കണക്ഷനുകൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു. പറയാം. പിന്നെ പെട്രോൾ ഡീസൽ വിലയിൽ 2 പ്രാവശ്യമാണ് കുറവ് വരുത്തിയിരിക്കുന്നത്. ഇപ്പോഴിതാ കുറവ് വരുത്തിയപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു 5 നയാ പൈസ കുറക്കാൻ ശ്രീ ജയ്ക്ക് തയ്യാറായിട്ടുണ്ടോ? പിന്നെ തൃക്കാക്കരയിൽ നിങ്ങൾ വികസനത്തിനെ പറ്റിയൊക്കെ LDFും UDF ഒക്കെ പറയുന്നുണ്ടല്ലോ. ഇവിടുത്തെ LDF ഗവൺമെന്റിന്റെ കയ്യിൽ നിങ്ങൾ ഇവിടെ 99 എന്നുള്ളത് 100 ആക്കിയാൽ നിങ്ങൾ എവിടെ നിന്നുള്ള പണം കൊണ്ട് വികസനം സാധ്യമാക്കും? ഈ പ്രാവശ്യം ശമ്പളം കൊടുക്കാൻ KSRTC ജീവനക്കാർക്ക് ലോൺ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ കേന്ദ്ര സർക്കാർ വായ്പാ പരിധി കൂട്ടിയതുകൊണ്ട് ഈ പ്രാവശ്യം ഈ മാസം ശമ്പളം കൊടുക്കാൻ സാധിച്ചു. സർക്കാരിൻ്റെ കയ്യിൽ 5 പൈസയില്ല, നയാ പൈസയില്ല. എന്നിട്ടാണ് ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതികളെ പറ്റി വീരവാദം പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ ആ ഇന്ധനവില കുറക്കാൻ തയ്യാറായ സമയത്ത് സംസ്ഥാന സർക്കാർ അതിൻ്റെ ആനുപാതികമായിട്ടുള്ള നികുതി കുറക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ചൊരു വിശദീകരണം വേണം. മറ്റൊന്ന്, BJPയുടെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, നമ്മളിന്ന് ഇവിടെ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ശ്രീമാൻ മുൻ MLA ആയിട്ടുള്ള PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് ഏതാണ്ട് 500ഓളം BJP പ്രവർത്തകർ നിമിഷങ്ങൾക്കകം അവിടെ ഒത്തുകൂടി അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ PC ജോർജിന്റെ വിദ്വേഷ പ്രസംഗ വിഷയത്തിൽ BJPയുടെ ഒരു നിലപാട് എന്താണെന്ന് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ലാതെ ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന 2ാം UPA സർക്കാരിന്റെ ഘട്ടത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഇന്ധനവില നിർണയത്തിന്റെ അവകാശം
രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി അദാനിക്കും SRനും കോർപ്പറേറ്റുകൾക്കും തീരെഴുതി കൊടുത്തത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള രാജ്യത്തെ ഭരണമായിരുന്നു. അന്ന് അതിനെതിരെ വലിയ സമരം ഉയർന്നു വന്നു. ഇടതുപക്ഷം മാത്രമായിരുന്നില്ല സമരമുഖത്തുണ്ടായിരുന്നത്, RSSും സമരം ഉയർത്തി. അതിനെതിരെ സമരം ചെയ്തപ്പോൾ RSS അധികാരത്തിൽ വന്നു. എന്താ ഉണ്ടായത്? കോൺഗ്രസ് ഭാഗികമായിട്ടാണ് ഇന്ധനവില നിർണയത്തിന്റെ വില കൂട്ടാനുള്ള അവകാശം രാജ്യത്തെ കുത്തക മുതലാളിമാരുടെ കാലത്തിണ്ണയിൽ കൊണ്ട് പണയം വെച്ചതെങ്കിൽ RSS അധികാരത്തിൽ വന്ന സമയത്ത് സമ്പൂർണ്ണ വില നിർണയ അവകാശം പാർലമെന്റിനും വേണ്ട, അതോറിറ്റിക്കും വേണ്ട, ജനപ്രതിനിധികൾക്കും വേണ്ട. അത് റിലയൻസിനും SRനും അദാനിക്കും മതി. അതായത് RSSും കോൺഗ്രസും ചേർന്നിട്ടാണ് ഇപ്പോഴത്തെ ജനജീവിതത്തിന് താങ്ങാനാകാത്ത ഇന്ധനവില നിർണയത്തിന്റെ തകർച്ചയിലേക്ക്, വലിപ്പത്തിലേക്ക് നമ്മളെ എത്തിച്ചത്. പിന്നെ ഇപ്പോഴുണ്ടായത്, ഇപ്പോൾ അങ്ങനെ കൂട്ടി സമീപ രാജ്യങ്ങളുടെ, ലോകരാജ്യങ്ങളുടെ ഒരു ചരിത്രത്തിലും ഇല്ലാത്ത വിധത്തിൽ RSS ആ വില കൂട്ടി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പാദസേവ ചെയ്യുന്നു. അപ്പോൾ സമീപത്ത് ചെറിയൊരു വിലക്കുറവുണ്ടായി. ചെറിയ വിലക്കുറവുണ്ടായപ്പം കേരളവും വില കുറച്ചു. കേരളം വില കുറച്ചപ്പോൾ ചോദിക്കുകയാണ്, സമ്പൂർണ്ണമായി സംസ്ഥാന നികുതി നന്നായിട്ടങ്ങ് കുറച്ചുകൂടെ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്ന കഴിഞ്ഞ 6 വർഷക്കാലത്തിനിടയിൽ ഒരൊറ്റ തവണ പോലും സംസ്ഥാന നികുതി കൂട്ടിയിട്ടില്ല. അതിനു മുമ്പ് 5 വർഷക്കാലം ഭരിച്ചിരുന്ന UDFന്റെ ഭരണസമയത്താകട്ടെ കേന്ദ്രം വില കൂട്ടിയ എല്ലാ സമയത്തും സംസ്ഥാനം വില കൂട്ടിയ കോൺഗ്രസ്സുകാരാണ്. ഇപ്പൊ ചോദിക്കുന്നത് കോൺഗ്രസ് കൂട്ടിയ നികുതി കുറച്ചുകൂടെ നമുക്ക് ആലോചിക്കാം. സംസ്ഥാനം കുറച്ചുകൂടെ മെച്ചപ്പെടട്ടെ. PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നടത്തിയ പരാമർശം വളരെ സത്യസന്ധമായ ചില വസ്തുതകളെ കേരളത്തിലെ പൊതുജനങ്ങളുടെ മുന്നിൽ പച്ചയായി പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് PC ജോർജ് ചെയ്ത തെറ്റ്. ആലപ്പുഴയിൽ ഒരു പിഞ്ചുകുട്ടി, ആ പിഞ്ചുകുട്ടി അച്ഛൻ്റെ തോളിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു, അരിയും മലരും കരുതി വെച്ചോ, കുന്തിരിക്കം കരുതി വെച്ചോ, ഞങ്ങൾ ആസാദിയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോവാണ്. എന്താണ് അന്ന് വിളിച്ച ആസാദി? ആസാദി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ചെരിപ്പെടുത്താൻ കാശ്മീരിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ എങ്ങനെയാണോ ഇസ്ലാം മതമൗലികവാദികൾ ആളുകളെ കൊല്ലുന്നത്, അതുപോലെ നിങ്ങളെ ശരിപ്പെടുത്താൻ ഞങ്ങളങ്ങോട്ട് വരികയാണ് എന്നാണ് ഈ കൊച്ചുകുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചത്. ഒരു കടലാസ് പോലും നോക്കാതെയാ കുട്ടി മുദ്രാവാക്യം വിളിക്കുന്നത്. എന്തുകൊണ്ട്? ഇവിടുത്തെ CPM, നിങ്ങളുടെ മുഖ്യമന്ത്രിയല്ലേ ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത്. 4 ദിവസമായിട്ട് ആ കുട്ടിയെയോ അച്ഛനെയോ കണ്ടുപിടിക്കാൻ സാധിച്ചോ? ഇവിടെ PC ജോർജ് ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് വലിയ പ്രശ്നമായി പോയി. ഏത് വിധേനയും ഇവിടെ ഒന്നിച്ചുകൂടുന്ന മനുഷ്യർക്കിടയിൽ നിങ്ങളുടെ മതമേതാണ്, നിങ്ങളുടെ ജാതി ഏതാണ്, അത് പറഞ്ഞ് ഇവിടെ കലഹമുണ്ടാക്കി പരസ്പരം സാധാരണക്കാരായ മനുഷ്യരുടെ ചോര വീഴ്ത്തുന്ന ഉത്തരേന്ത്യൻ അനുഭവം കേരളത്തിൽ ഉണ്ടാകണമെന്ന് RSS ആഗ്രഹിക്കുകയാണ്. അതിന് തൽക്കാലം ഇവിടെ നടപ്പില്ല. ഈ ആലപ്പുഴയിൽ നടന്ന പ്രകടനത്തെക്കുറിച്ച് പറഞ്ഞു. എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പച്ചക്കള്ളം പറയാൻ മടിയില്ലാത്ത ഒരാളായി RSSന്റെ പ്രചാരകൻ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്? RSSന് എന്ത് പച്ചക്കള്ളം? അവർ പച്ചക്കള്ളം പറയാതെ എന്ത് RSS? അതേപോലെയാണ് ആ കുട്ടിയെ ചുമലിലേറ്റിയാൽ ഇന്ന് കേരളത്തിന്റെ ജയിൽമുറിയിലാണ്. ആ പരിപാടി സംഘടിപ്പിച്ചയാൾ ഇന്ന് കേരളത്തിന്റെ ജയിൽമുറിയിലാണ്. കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, കുട്ടിയുടെ മാതാപിതാക്കൾ സ്ഥലം വിട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? RSS ആണെങ്കിലും NDF ആണെങ്കിലും ഏത് മതതീവ്രവാദിയാണെങ്കിലും കേരളത്തിന്റെ മതനിരപേക്ഷത തകർക്കാൻ അനുവദിക്കില്ല. അതിന് ശ്രമിച്ചാൽ സ്ഥാനം കേരളത്തിന്റെ ജയിൽ മുറിയിൽ പൂജപ്പുരയിൽ കടത്തിണ്ണയിലായിരിക്കുമെന്ന് നിങ്ങൾ ഓർമ്മിച്ചു കൊള്ളണം. PC ജോർജ് എന്ന് പറയുന്ന മതവറിയൻ, ആ മതവറിയൻ എങ്ങനെയാണ് ഇപ്പൊ ജയിലിൽ പോയതിനെ കുറിച്ച് ഇവിടെ CPM പ്രതി പറയുമ്പോൾ എന്തായിരുന്നു ആ PC ജോർജ് ആദ്യഘട്ടത്തിൽ നടത്തിയ പരാമർശം? ആ പരാമർശത്തിന് ശേഷം അറസ്റ്റ് ചെയ്ത് പൂഞ്ഞാറിൽ നിന്ന് തിരുവനന്തപുരം വരെ ഈ PC ജോർജിന് സർക്കാർ ചെലവിൽ വാഹനജാഥ നടത്തിക്കൊടുത്ത ആരാ? ഇവിടുത്തെ പോലീസും ഇവിടുത്തെ ഭരണമല്ലേ? സംഘപരിവാറിന്റെ ആളുകൾക്ക് മുഴുവൻ സ്ഥലങ്ങളിലും പോയി പൂമാലയിട്ട് സ്വീകരിക്കാനുള്ള അവസരം കൊടുത്തതാരാ? ഇവിടുത്തെ ഭരണകൂടവും പോലീസല്ലേ? എന്നിട്ട് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ സർക്കാരിന്റെ അഭിഭാഷകൻ ഏത് നിലപാടെടുത്തത്? ജാമ്യം കിട്ടി പുറത്ത് വന്നപ്പോൾ വീണ്ടും PC ജോർജ് പറയുകയും വീണ്ടും അങ്ങനെ പറയാൻ സാഹചര്യം ഒരുക്കി കൊടുത്തത് ആരാണിതെന്ന് നമ്മൾ പരിശോധിക്കണം. ഇപ്പൊ കൽത്തുറങ്കിലേക്ക് പോയിട്ടുണ്ടാവില്ല, പോയത് കോടതിയുടെ നിതാന്തമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസിനോടാണ് ഈ തെരഞ്ഞെടുപ്പിൽ STPയുടെ സപ്പോർട്ട് എത്രത്തോളം നിങ്ങൾ സ്വീകരിക്കും എന്നുള്ളതാണ്. മതനിരപേക്ഷ തൃക്കാക്കരയിലെ ജനതയുടെ വോട്ട് മാത്രമേ UDFന് വേണ്ടുവെന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ പ്രഖ്യാപിച്ച ഒരു മുന്നണിയുടെ പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് അഭിമാനത്തോടു കൂടി പറയുന്നു, ഒരു വർഗീയ ശക്തിയുമായി ഒരു കോംപ്രമൈസിങ്ങിനും ഞങ്ങൾ തയ്യാറല്ല. അടിസ്ഥാനപരമായ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് UDFും BJPയും NDA സ്ഥാനാർത്ഥികളൊന്നും ആ വിഷയം ചർച്ച ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. വികസനത്തിലൂന്നിയ ഒരു വലിയ രൂപത്തിലുള്ള പ്രചരണം തന്നെയാണ് UDF നടത്തുന്നത്. അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ചില നിലപാടുകൾ സ്വീകരിക്കും. ഈ തൃക്കാക്കരയിൽ ഞങ്ങൾ ഇന്നലകളിൽ നടത്തിയ വികസനം ഇനി അത് പ്രാവർത്തികമാക്കാൻ, അത് തുടർന്നു കൊണ്ടുപോകാൻ PT തോമസ് തുടങ്ങി വെച്ച വികസന പദ്ധതികൾ അതിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് വോട്ട് ചോദിക്കുന്നത്. അതിലൊരു തർക്കം ആർക്കും വേണ്ട. ഈ LDFന്റെ പ്രധാന നേട്ടങ്ങളെക്കുറിച്ചൊക്കെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പ്രത്യേകം പറയുകയുണ്ടായി. അതിൽ ഞങ്ങൾ കണ്ട ഒരു പ്രധാന നേട്ടം LDF വന്നപ്പോൾ ഈ എറണാകുളം ജില്ലയിൽ
12 ബാറുകൾ ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോഴത് ഏതാണ്ട് 140 മുകളിലായി. ഇതെന്തിയെ ഈ വികസന നേട്ടങ്ങളുടെ കൂട്ടത്തിൽ ഇതൊന്നും പറയാത്തത്? എന്താ ബോധം? ഞങ്ങൾ സ്കൂളുകളാണ് വലിയ വികസനമല്ലേ? മദ്യശാലകളല്ല എന്ന് സാർ, അത് മാത്രമല്ല, ലോട്ടറിയുടെ കാര്യത്തിൽ നേരത്തെ മാസം ഏതാണ്ട് 600 കോടിയുടെ വിൽപ്പന ഉണ്ടായിരുന്നുള്ളൂ, അതിപ്പോ 800 ആയി. അതായത് ദുഃഖം മറക്കാൻ വേണ്ടി എല്ലാവർക്കും ബാറുകൾ, നിരാശ മാറ്റാൻ വേണ്ടി എല്ലാവർക്കും ലോട്ടറി. പിന്നെ അതാണോ സർക്കാരിന്റെ നയം എന്നുള്ളതാണ് ചോദ്യം. ജയിക്ക്, ലോട്ടറി വിൽപ്പന കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കുറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, അതിപ്പോൾ കൂടിയിട്ടുണ്ടെങ്കിൽ, അതിപ്പോൾ കേരള ലോട്ടറിയുടെ സുതാര്യത കണ്ടായിരിക്കും. പിന്നെ ബാറിനെ സംബന്ധിച്ച് ബാറ് മദ്യവർജനം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം, അക്കാര്യത്തിലൊന്നും ആർക്കും ഒരു സംശയവുമില്ല. പക്ഷേ ചില കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ബിവറേജസ് ഔട്ട്ലെറ്റ് വർദ്ധിപ്പിക്കണം എന്നുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് തീരുമാനത്തിലേക്ക് എത്തിയത്? അത് അങ്ങ് ഏകപക്ഷീയമായ ചില വാർത്തകളെ മാത്രം ആശ്രയിച്ചത് കൊണ്ടായിരിക്കും. അങ്ങ് കുറച്ചുകൂടെ വിശാലമായി സമഗ്രതയിൽ വാർത്തകളെ അവലോകനം ചെയ്യുകയായിരുന്നെങ്കിൽ, നമ്മൾ ഈ ചർച്ചയ്ക്കായി ഇവിടെ ഒത്തുചേരുന്നതിന് ഏതാണ്ട് 14 ദിവസക്കാലം മുമ്പാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സാധാരണഗതിയിൽ മദ്യത്തിൻ്റെ ഉപഭോക്താക്കൾക്ക് തിരക്ക് കൂടാതെ ഇത്തരം കാര്യങ്ങളെ ആശ്രയിക്കാൻ കഴിയുന്ന മാന്യമായ മദ്യവിതരണത്തെ സംബന്ധിച്ച് സർക്കാർ ആലോചിക്കണം. ഇതൊരു പരാമർശമായിരുന്നില്ല, ഇതൊരു ഓപ്പൺ കോർട്ടിൽ വന്നൊരു പരാമർശമായിരുന്നില്ല, അതൊരു ഹൈക്കോടതി വിധി തന്നെയായി നമ്മളുടെ മുമ്പിൽ വന്നു. അതിനെ തുടർന്നാണ് സർക്കാരിന് കോടതിയിൽ മറുപടി പറയേണ്ടതായി വന്നു. 100 കണക്കിന് ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രത്തിലുപരി ഡീസെൻട്രലൈസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വിതരണത്തെ സംബന്ധിച്ച് ആലോചിക്കും. ഒരു വേള കോടതി തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഓൺലൈൻ വിതരണത്തെ സംബന്ധിച്ച് ആലോചിച്ചുകൂടാ, ഹോം ഡെലിവറിയെ സംബന്ധിച്ച് ആലോചിച്ചുകൂടാ? അതിനൊന്നും സർക്കാർ ഇതുവരെ അത്തരത്തിൽ അനുകൂലമായ ഒരു മറുപടി പറഞ്ഞിട്ടില്ല. ഹൈക്കോടതി ജഡ്ജിയുടെ വാക്കുകളെ വളച്ചൊടിക്കുക, അദ്ദേഹം തന്നെ നിങ്ങൾ ഇത്തരത്തിൽ വളച്ചൊടിക്കുന്നത് കണ്ടിട്ട് കേട്ടാൽ അദ്ദേഹം തന്നെ മറുപടി പറയാൻ വേണ്ടി കഴിയും. എന്റെ വാക്കുകളെ നിങ്ങൾ വളച്ചൊടിക്കരുത്. ഹൈക്കോടതി പുതിയ മദ്യശാല തുടങ്ങാൻ ശുപാർശ ചെയ്യുകയല്ല എന്ന് ഈ പറഞ്ഞ ഹൈക്കോടതി ജഡ്ജി തന്നെ പത്രക്കുറിപ്പ് ഇറക്കുകയുണ്ടായി. എന്നിട്ടും നിങ്ങൾ അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, കേരളത്തിൽ കുറച്ചു കാലത്തിനിടയിൽ ഉണ്ടായിട്ടില്ല. അങ്ങ് തെറ്റിദ്ധരിപ്പിക്കില്ലേ? ഈ ജഡ്ജിയുടെ പരാമർശം ഉണ്ടായല്ലോ, നമ്മളൊക്കെ മദ്യഉപഭോഗത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. മദ്യഉപഭോഗത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വെളിയിൽ വന്ന കണക്കിൽ എത്ര ശതമാനമാണ് കുറവെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട. മാധ്യമ പ്രവർത്തനം അദ്ദേഹത്തോട് ചോദിക്കാം, അദ്ദേഹം പറയും മദ്യഉപഭോഗത്തിൽ വന്ന കുറവ് എത്ര ശതമാനമാണെന്ന്. അല്ല, വർദ്ധിപ്പിച്ചതല്ല, അങ്ങ് പ്രകടന പത്രികയെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ പ്രകടന പത്രിക എടുത്തു വെച്ച 552 കണ്ടിക. എനിക്ക് ഉറപ്പുണ്ട് അങ്ങ് UDF-ന്റെ പ്രകടന പത്രിക പരിശോധിക്കത്തില്ല. കീറക്കടലാസ, വിശ്വസിക്കാൻ കൊള്ളില്ല. RSS-ന്റെ പ്രകടന പത്രികയെ സംബന്ധിച്ച് ഗവർണർ പറഞ്ഞത് അത് തമാശയല്ല എന്നാണ്. അങ്ങ് വിശ്വാസത്തോടുകൂടി LDF-ന്റെ പ്രകടന പത്രിക പരിശോധിക്കുന്നു. അത് ഞങ്ങൾക്കുള്ള അംഗീകാരമാണ്. കണ്ണൂർ സർവകലാശാലയിൽ RSS നേതാക്കളുടെ ചരിത്രങ്ങളും പുസ്തകങ്ങളും പഠിക്കണമെന്ന് അവിടുത്തെ ചെയർമാൻ ശ്രീ ഗോപിനാഥ് രവീന്ദ്രൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? രണ്ടാമത്, അതുപോലെ തന്നെ ഇരിങ്ങാലക്കുടയിൽ SDP-യുമായി അധികാരം പങ്കിട്ടതുപോലെ RSS-നെയും SDP-യും മുസ്ലിം തീവ്രവാദത്തെയും ഒരുപോലെ പ്രോത്സാഹിപ്പിച്ച് ആലപ്പുഴയിലും പാലക്കാടും പരസ്പരം വെട്ടിമുറിക്കും അല്ലെങ്കിൽ പരസ്പരം വെട്ടിച്ചാകുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ച് അവരെ നിങ്ങൾ അതിലൂടെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനല്ലേ ശ്രമിക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം, ഒരു ചോദ്യം കൂടി. ഇവിടെ വികസനം കേരളിൻ്റെ പടം വെച്ചിട്ട് ശരിക്കുമുള്ള കേരളത്തിലെ ഭരണ പരാജയം ചർച്ച ചെയ്യാതിരിക്കാൻ, കേരളത്തിലെ ക്രമസമാധാനം ചർച്ച ചെയ്യുന്നില്ല, സ്ത്രീകളുടെ പ്രശ്നം ചർച്ച ചെയ്യുന്നില്ല, ഇത് നിങ്ങളുടെ ലാളിത്യമാണ് നിങ്ങളുടെ മുഖമുദ്ര എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന് നിങ്ങൾ ദൂർത്തടിക്കുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ ബോധപൂർവം കേരളിന്റെ പടം വെച്ച് നിങ്ങൾ പോസ്റ്റർ ചെയ്ത് അതിനെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. കേരളയിൽ SDPI സവർക്കർ പല കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് വർഗീയതയോട് ഇടതുപക്ഷം സമരസപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യത്തിന്റെ മർമ്മം. തൃക്കാക്കരയിൽ UDF-ന്റെ സ്ഥാനാർത്ഥി BJP-യുടെ ഓഫീസിൽ പോയി വോട്ട് ചോദിച്ചതുപോലെ ഇടതുപക്ഷം NDF-ന്റെയും RSS-ന്റെയും ഓഫീസിൽ പോയി വോട്ട് ചോദിക്കില്ല. ഞങ്ങൾ മതനിരപേക്ഷതയുടെ ഭാഗമായി അടിയുറച്ച് നിൽക്കും. ഒരു സംശയവും അങ്ങേക്ക് വേണ്ട. ഈ നാട്ടിനകത്ത് RSS-കാരനായി ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ മതവറിയനായ അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയുമായി ഏറ്റവും അടുത്ത സൗഹൃദമാണെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് അത് പിൻവലിച്ചത് കോൺഗ്രസ് നേതാവല്ല, കേരളത്തിന്റെ സ്പീക്കർ CPM നേതാവായ MB രാജേഷാണ്. രണ്ടാമത് ആലുവയിൽ സമരം ചെയ്ത മോഫിയ പർവീൻ എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് വേണ്ടി നീതിക്ക് വേണ്ടി സമരം ചെയ്ത ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ, അവർ മുസ്ലിങ്ങളായതിന്റെ പേരിൽ, ഇസ്ലാം മത വിശ്വാസികളായതിന്റെ പേരിൽ അവരുടെ തീവ്രവാദ ബന്ധം അന്വേഷിക്കണമെന്ന് പറഞ്ഞത് പിണറായി വിജയന്റെ പോലീസാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ഈ കേരളം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് RSS വിരുദ്ധത നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കേണ്ട.
വേണ്ടി മുഴപ്പിലങ്ങാട് ഇരു വോട്ട് മുന്നണികളും കൊടും ഭീകരനായിട്ടുള്ള അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി ഒരുമിച്ച് പ്രമേയം പാസാക്കിയവരാണ് വർഗീയതയ്ക്കെതിരാണ് എന്ന് പറയുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുമോ? ജയിക്കെ വർഗീയ ശക്തികൾക്ക് വേണ്ടി അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വലിയ വായില് വർത്തമാനം പറയരുത്. ഗോവയിൽ ഭരണഘടന വച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ഒന്നാമത്തെ കോൺഗ്രസിന്റെ നേതാവ് പിറ്റേ ദിവസം BJP പോയ കഥയൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി BJP ഓഫീസിൽ പോയതിനാണ് ചോദിച്ചത്. രണ്ടു കൂട്ടർക്കും കൊള്ളുന്നത് അപ്പോഴാണ്. നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ ആവേശം ഇതിനോടകം തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ. വളരെ നന്ദി ശ്രീ ജയ് കിഷോർ, ശ്രീ പ്രഫുൽ. നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ചിഹ്നത്തിൽ. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.